മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള വഴിയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ പൊരുത്തവും വാങ്ങണം, മരിച്ചവരുടെ പൊരുത്തവും വാങ്ങണം. ആദ്യം മരണപ്പെട്ടവരെ കുറിച്ച് പറയാം. മരണപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, വല്ല അബദ്ധങ്ങളും നമ്മുടെ ഓർമ്മയിൽ അവരോടായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പൊരുത്തപ്പെടുന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഖൈറാത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ ഹദിയ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരന്നാൽ ഒരു പക്ഷെ പൊരുത്തം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാതാപിതാക്കളോട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ഒരു പക്ഷെ നമുക്ക് പൊരുത്തം കിട്ടും. അതേസമയത്ത് ഉസ്താദുമാരോട് അദബ് സംഭവിച്ചാൽ ഖബറിൻ്റെ അടുത്തല്ല, എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മൂജിബു ദാരിസ്സലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം നാസിർ റളിയല്ലാഹു അൻഹു അക്കാര്യം വിശദമായി പറയുന്നുണ്ട്. രണ്ടാമത്തത്, മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ, അവരുടെ വഴി വന്ന കുടുംബങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഉപ്പൻ്റെ ജ്യേഷ്ഠൻ മൂത്താപ്പ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി